ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രക്കുളത്തിലെ അപകട മരണങ്ങൾ വർദ്ധിക്കുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രക്കുളത്തിൽ ഒരു സുരക്ഷാ ക്രമീകരണവും നാളിതുവരെ ഒരുക്കിയിട്ടില്ല. ഒരു വർഷത്തിനിടെ 5-ലേറെ മുങ്ങിമരണങ്ങളാണ് പെരുംകുളം എന്ന ക്ഷേത്രക്കുളത്തിൽ നടന്നത്. എന്നിട്ടും ദേവസ്വം ബോർഡിന്റെ അനങ്ങാപ്പാറ നയം തുടരുകയാണ്. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കുളമാണ് ഈ കാണുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ഏറ്റവും വലിയ ക്ഷേത്രക്കുളം. പെരുംകുളം എന്നറിയപ്പെടുന്ന ഈ കുളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ നടന്ന നിരവധി മരണങ്ങളാണ്. രാജഭരണകാലത്ത് അന്നത്തെ ഭരണാധികാരികൾ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുന്നോടിയായി കുത്തിയതാണ് കുളം. 5 ഏക്കറിലധികം വിസ്തൃതി. ഇവിടെ നിന്നും മണ്ണെടുത്താണ് ഹരിപ്പാട് ക്ഷേത്രം പണിയാനുള്ള സ്ഥലം നികത്തിയത്. കുളത്തിന്റെ ആഴത്തെക്കുറിച്ച് ഇപ്പോഴും ആർക്കും ധാരണയില്ല. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇവിടെയുണ്ടായ അപകട മരണങ്ങൾ 5-ലധികമാണ്. കൈവരലുകളോ വെളിച്ച സംവിധാനമോ ഒന്നും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഒരുക്കിയിട്ടില്ല. അപകട മേഖലകളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ പോലുമില്ല. ഈ കുളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരിചയമുള്ള ആൾക്കാർക്ക് പോലും, നീന്തൽ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇതിനകത്തിൽ ഒരു കരുതലോടെ ഇറങ്ങിയില്ലെങ്കിൽ രക്ഷപ്പെടാൻ പ്രയാസമാകും. കാരണം പടവുകൾ കഴിഞ്ഞാൽ വലിയ ആഴമുണ്ട്. ഏറ്റവും ഒടുവിൽ ഒരാഴ്ചക്കുള്ളിൽ 2 മരണം. കാവടി സ്വാമിയായിരുന്ന 16 വയസ്സുകാരൻ അദ്വൈത, ഇന്നലെ വൈകുന്നേരം ലോട്ടറി വിൽപ്പനക്കാരിയായിരുന്ന 66 വയസ്സുകാരി അമ്മിണി. 16 വയസ്സുകാരനായ അദ്വൈത് കഴിഞ്ഞ ദിവസം മുങ്ങി മരിച്ചത് ഈ ക്ഷേത്രക്കടവിലാണ്. ക്ഷേത്രത്തിലെ കാവടി സ്വാമി കൂടിയായ അദ്വൈത ക്ഷേത്ര ദർശനത്തിന് വേണ്ടി കുളിക്കാനായാണ് കടവിലിറങ്ങിയത്. പക്ഷേ പിന്നീട് അദ്വൈത ജീവനോടെ തിരികെ കയറിയില്ല. 10 ചവിട്ടുപടികൾ കഴിഞ്ഞാൽ നിലയില്ലാത്ത ആഴമാണ്. പരിചിതരായ ആളുകൾ കുളത്തിലിറങ്ങിയാൽ പോലും അപകട സാധ്യത വളരെയേറെ. താൽക്കാലികമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഗാർഡറുകളാണ്, അത് മാറ്റണം. അതല്ല വേണ്ടത്, സ്ഥിരമായിട്ടുള്ള സംവിധാനം വേണം. അതുപോലെ കടവുകളുടെ എണ്ണം പരിമിതപ്പെടുത്തണം. ഇത്രയും കുളത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ കടവുകൾ ഉണ്ടാക്കിയാൽ എല്ലായിടത്തും ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റും. എല്ലായിടത്തും അപകടങ്ങളുടെ സാധ്യതയുണ്ട്. കടവുകളുടെ എണ്ണം പരിമിതപ്പെടുത്തിയിട്ട് അവിടെയൊക്കെ സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കണം. ഗാർഡറുകൾക്കൊപ്പം തന്നെ സുരക്ഷാ ഉപകരണങ്ങളും അവിടെ കരുതണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ഹരിപ്പാട്. എന്നിട്ടും ക്ഷേത്രത്തിലുള്ള അവഗണന സാധാരണക്കാരുടെ ജീവനാണ് എടുക്കുന്നത്. എന്നാൽ ക്ഷേത്രം ഉപദേശക സമിതിക്കെതിരെ ആസൂത്രിത പ്രവർത്തനങ്ങൾ നടക്കുന്നതായാണ് ആരോപണം. സുരക്ഷയ്ക്കായി ഒരുക്കിയ ക്രമീകരണങ്ങളെല്ലാം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി ഉപദേശക സമിതി അംഗം പീയൂഷ് ജി കലവറ. ഇതിനു മുമ്പ് ചിത്രോത്സവത്തിന്റെ സമയത്ത് കഴിഞ്ഞ ചിത്രോത്സവം കഴിഞ്ഞ് ലൈറ്റുകൾ പലതും വ്യാപകമായി നശിപ്പിക്കുന്ന ഒരു പ്രക്രിയ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഹരിപ്പാട് ക്ഷേത്രത്തിൽ ക്യാമറകൾ നശിപ്പിക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആ ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ട്. ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അപകട മരണങ്ങളിൽ പുലർത്തുന്ന നിസ്സംഗത ചെറുതല്ല. ചിത്രോത്സവത്തിന്റെ ആഘോഷങ്ങൾ പോലും ഇല്ലാതാക്കിക്കൊണ്ട് 2-3 വർഷക്കാലം വലിയ പ്രക്ഷോഭങ്ങൾ ഹരിപ്പാട് നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കാൻ ഹരിപ്പാട്ടെ ജനങ്ങളെ, സാധാരണ ഭക്തരായിട്ടുള്ള ജനങ്ങളെ നിർബന്ധിക്കരുത് എന്ന് മാത്രമാണ് ദേവസ്വം ബോർഡിന് എനിക്ക് പറയാനുള്ളത്. അപകടങ്ങൾക്ക് പിന്നാലെ ഇത്തരം താൽക്കാലിക വേലികൾ കെട്ടിയുള്ള കണ്ണിൽ പൊടിയിടകൾക്കപ്പുറം സ്ഥിരമൊരു സുരക്ഷാ സംവിധാനമാണ് നാട് ആവശ്യപ്പെടുന്നത്. ഹരിപ്പാട് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ ബാലാഴി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.